ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ക്യാരറ്റ് പോളാണ്. മറ്റു കടികളുടെ കൂടെ ഇതുപോലൊരു റെസിപ്പിയും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലതായിരിക്കും. അപ്പം വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ വേവിച്ച കഷ്ണങ്ങൾ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ നല്ല രീതിയിൽ തന്നെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതൊന്ന് ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർ 5 ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു പിഞ്ച് ഇതുപോലെ ഉപ്പിട്ടെടുക്കാം. ലേശം മതിയാവും, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പിഞ്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ആണ് ആവശ്യമുള്ളത്. അതൊന്ന് ഞാൻ തരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മൈദ ഒന്ന് മുട്ടയിലേക്ക് നല്ല രീതിയിൽ മിക്സ് ആകുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററി ഒഴിച്ച് ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ മേലെ ഡെക്കറേഷനൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇവിടെ അണ്ടി മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അണ്ടിയും മുന്തിരിയും ഞാൻ ഇതിൻ്റെ മേലെ ചെറുതായിട്ടൊരു ഡെക്കറേഷനാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഞാനിതിൻ്റെ മേലെ വെളുത്ത വെള്ളമാണ് ഇട്ടുകൊടുക്കുന്നത്, ഒരു ടേസ്റ്റിനും ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട്. അതിനുശേഷം അടച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ഇതൊന്ന് വെന്തതിന് ശേഷം വേറൊരു പാത്രം ഇതുപോലെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് പോളൊന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിവശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളിതൊരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.